ഹലോ ഫ്രണ്ട്സ്, നമ്മളിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എളുപ്പത്തിൽ എങ്ങനെ മുട്ടക്കറി വെക്കാം എന്നാണ് കേട്ടോ. നിങ്ങൾ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളിതാ തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നീട് നമ്മളിതെല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി അരിഞ്ഞെടുക്കുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരില്ല എന്നൊക്കെയാണ് പറയാറുള്ളത്. എനിക്ക് എപ്പോൾ എങ്ങനെ അരിഞ്ഞാലും കണ്ണിന് വെള്ളം വരും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെ അരിഞ്ഞാലും വെള്ളം വരില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എപ്പോഴും കഴുകിയിട്ട് അരിയലാണ്. വെള്ളത്തിലിട്ട് കൊടുത്തിട്ട് ഇതുവരെ അരിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. എങ്ങനെയുണ്ട് നമുക്കൊന്ന് നോക്കാം. നമുക്ക് അരിഞ്ഞ് നോക്കാം കേട്ടോ. അരിഞ്ഞ് നോക്കാം. നമ്മൾ എങ്ങനെ അരിഞ്ഞാലും എനിക്ക് എപ്പോൾ കഴുകി വന്നാലും കണ്ണിൽ നിന്ന് വെള്ളം വരും കേട്ടോ. പിന്നെ സവാള അരിയുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അരിയുമ്പോൾ നമുക്ക് കയ്യിലിങ്ങനെ എനിക്ക് കുറേയൊക്കെ അരിഞ്ഞ് കഴിയുമ്പോൾ തന്നെ വെള്ളം വരും. ഇപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഒരു നീറ്റിൽ ആ എരിവിൻ്റെ ആ നീറ്റിൽ കുറഞ്ഞ് കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. ഇനി മൊത്തത്തിൽ അരിഞ്ഞ് വരുമ്പോൾ ചെറിയ തോതിലൊരു നീറ്റിലേ ഉള്ളൂ കേട്ടോ. അത്ര വലിയ നീറ്റിലൊന്നുമില്ല. നമ്മളെ എന്തൊരു കുത്തൽ പോലെ കാരം കണ്ണിലേക്ക് വരുന്ന അതൊന്നുമില്ല കേട്ടോ. എത്ര വിട്ടിരുന്ന് അരിഞ്ഞാലും എനിക്ക് കണ്ണിൻ്റെ കൂടെ വെള്ളം വരും. അപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നുന്നില്ലേ. കുറേയൊക്കെ അരിയുമ്പോൾ കുറഞ്ഞു വരുമായിരിക്കും. ചെറിയൊരു നീറ്റിലേ ഉള്ളൂ കേട്ടോ. അത്ര എനിക്ക് കൂടാന്ന് വെള്ളം വരും. ഇങ്ങനെ കരഞ്ഞ പോലെ വെള്ളം വരും കേട്ടോ. എനിക്ക് എപ്പോൾ സവാള അരിഞ്ഞാലും ഇതിൽ കുഴപ്പമില്ല. അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നത് നല്ല ഐഡിയ ആണ് കേട്ടോ. അത്ര നീറ്റിലൊന്നുമില്ല, എന്നാലും ചെറിയൊരു നീറ്റിലുണ്ട്. എല്ലാം ഒരുമിച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ. ചതച്ചെടുക്കുന്നില്ല. എന്നാൽ നമ്മൾ ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാനല്ലേ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ പിന്നെ ചതച്ചിടണമെന്നൊന്നുമില്ല. ഡപ്പാട് ഇട്ടൊന്ന് ചെറുതായി മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴഞ്ഞു ഇട്ടിട്ടുണ്ടേ അതിന് വേണ്ടി കേട്ടോ. പച്ചമുളക് ഓപ്ഷനിലാണ്. വേണ്ടവർക്ക് എരിവ് ആവശ്യമെന്ന് പച്ചമുളക് എടുക്കുക. ഞാനിപ്പോൾ 2 എടുത്തിട്ടുള്ളൂ. വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടണ്ട കേട്ടോ. എല്ലാം നമ്മൾ അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. അരിഞ്ഞ് വെച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. എളുപ്പം തയ്യാറാണ് കേട്ടോ. മുട്ട അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ വേവിക്കാൻ. മുട്ടയൊന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ എളുപ്പം കഴിഞ്ഞു കേട്ടോ. എളുപ്പം വെക്കാൻ പറ്റുന്ന കറിയാണ്. അതുകൊണ്ട് തന്നെ തക്കാളി ഉള്ളി ഒന്ന് വഴണ്ടി കിട്ടേണ്ട സമയം മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിന് ലേശം എരിവ് കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് പഴുത്ത മുളക് എടുത്തേക്കുന്നത്. നമ്മളിവിടെ നിന്ന് വെച്ചിരിക്കുന്ന പച്ചമുളകൊക്കെ പഴുത്ത മുളകാകാറ് കേട്ടോ. പൊതുവെ എനിക്കൊരാഴ്ച ആകുമ്പോഴത്തേക്കും പഴുത്ത മുളകാകും. ഇതാ നമുക്കിതൊന്ന് മുട്ടയൊന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഇറക്കി വെച്ചിട്ട് നമുക്ക് വഴറ്റിയെടുക്കട്ടോ. മുട്ടയൊക്കെ വെന്തിട്ടുണ്ട്, നന്നായി പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഇറക്കി വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം. മുട്ട പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി പൊട്ടിക്കുമ്പോൾ അങ്ങനെ പൊളിയാണ്ടൊക്കെ കിട്ടില്ലേ. അതുപോലെ ഒന്ന് തണ്ണി ഇട്ടൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ കറി എളുപ്പമാവും. അതുകൊണ്ടാണ് പച്ചവെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്.
പിന്നെ നമ്മൾ സവാളയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ സവാളയും തക്കാളി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ സവാള വഴണ്ടി കിട്ടാൻ ചെറിയ പ്രയാസം ഉണ്ടാവും. ചെറുതായിട്ടൊന്ന് വഴണ്ടാൽ മതി. എന്നിട്ട് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് ഈ വഴറ്റിയതിനൊക്കെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അങ്ങനെ സവാളയൊക്കെ വഴണ്ടി വരുന്നുണ്ട്. നമുക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളിയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളി ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഇന്നലെ തുടങ്ങിയാണ്. ചാറ്റൽ മഴയാണ് കേട്ടോ. നല്ല മഴ എന്ന് പറയാൻ പറ്റില്ല. ചാറ്റൽ മഴ നിൽക്കാണ്ടിരുന്ന് പെയ്യാണ് കേട്ടോ. ചാറ്റൽ മഴയാണ് നമുക്ക് പ്രശ്നം. ഒരു മഴയാണെങ്കിൽ അതങ്ങ് പെയ്തിട്ട് അങ്ങ് പോകും. ഇത് ചാറ്റൽ മഴ ആയതുകൊണ്ട് എവിടെയും വെളിയിൽ ഇറങ്ങാനൊക്കെ ഒരു ചെറുപ്പത്തി ഉള്ളിലേ ഇവിടെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഈ മഴയായതുകൊണ്ട് പുറത്തിറങ്ങാനൊക്കെ ഒരു മടി പിടിക്കുന്നു കേട്ടോ. സ്കൂളിലൊക്കെ പോകാൻ മക്കൾക്കൊക്കെ മടി പിടിച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണ് ചാറ്റൽ മഴ കാരണം. നല്ല മഴയാണെങ്കിൽ പെയ്തിട്ട് അങ്ങ് ഒറ്റ പോക്കും. ഇത് വെള്ളവും കലങ്ങി പുഴയിലെ വെള്ളമൊക്കെ കലങ്ങിയിരിപ്പാണ്. മുളക് പൊടി ആവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി എല്ലാം കൂടി ഇതിൻ്റെ കൂടി ഒന്ന് വഴറ്റി വെച്ചിട്ടാണ് കേട്ടോ അരയ്ക്കുന്നത്. നമ്മൾ പിന്നെ മസാല എല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. വേണമെങ്കിൽ ഗരം മസാല ലേശം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചിക്കൻ മസാല ഓപ്ഷനിലാണ് കേട്ടോ. ലേശം ചിക്കൻ മസാലയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കാരണം മസാലകളൊക്കെ ഒന്ന് പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടുമ്പോൾ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് നമുക്കിനി അരച്ചെടുത്തിട്ട് വരണം കേട്ടോ. ഈ വഴറ്റിയെടുത്ത് മിക്സൊക്കെ ഒന്ന് അരച്ചെടുക്കുക. ഒന്ന് തണ്ണി വട്ടെ. ചെറിയ ചൂടുണ്ട്, എന്നാലും നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരണം കേട്ടോ. ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. പിന്നെ ഇത് നമുക്ക് സാധാ കടുക് പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മുട്ടയും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി തയ്യാറായിട്ടുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ പരിപാടി. നമ്മൾ കടുക് പൊട്ടിച്ചിട്ടില്ല, അതുകൊണ്ട് ലേശം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലാണെങ്കിൽ ഓയിൽ, അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുക് നമ്മൾ അരച്ച് വെച്ച് മിക്സും കൂടി ലേശം വെള്ളം ഒഴിച്ച് ചൂടുള്ളതുകൊണ്ട് അത് നല്ല ചൂടായിട്ട് പുകയൊക്കെ വരുന്നുണ്ട്. ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അധികം വെള്ളം ഒഴിക്കുമ്പോൾ ഇത് അരയ്ക്കുമ്പോൾ നമ്മൾ ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. വേണം ഇത് കഴുകി ലേശം ഒഴിക്കില്ല. നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ മുട്ടയും കൂടി ഇട്ട് ഇറക്കി കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മൾ കറീൻ്റെ പരിപാടി. എളുപ്പം തയ്യാറാക്കാൻ പറ്റും കേട്ടോ. ആർക്കും തയ്യാറാക്കാൻ കഴിയുന്ന സിമ്പിൾ മുട്ടക്കറിയാണ് കേട്ടോ. ദോശയോടൊക്കെ കഴിക്കാൻ മുട്ട തന്നെ 2 പീസാക്കി കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുമക്കൾ അപ്പാട് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് 2 പീസാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മൾ കറി. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായി വരാം. താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.